നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ FC ബാഴ്സലോണ ഇന്നലെ തകർപ്പൻ ജയമാണ് സെവിയയ്ക്ക് മേൽ നേടിയത്. 5-2 വിജയം. ആ വിജയത്തിൽ ഹാട്രിക്കാണ് റാഫിഞ്ഞയുടെ വക. ഇരട്ട ഗോളുകൾ പെനാൽറ്റി വകയായിരുന്നു. പിന്നെയാണ് ഒരു ഗോൾ കൂടി അടിച്ച് ഹാട്രിക് ആക്കിയത്. അപ്പോൾ അദ്ദേഹം മഹാരഥന്മാർക്കൊപ്പം ഈ കാര്യത്തിലെത്തിയിരിക്കുകയാണ്. 21-ാം നൂറ്റാണ്ടിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി ലാലിഗയിൽ ഒരു കളിയിൽ 2 പെനാൽറ്റികൾ ഗോളാക്കി മാറ്റിയത് ആരൊക്കെയാണ്? അങ്ങനെ 2 പെനാൽറ്റികൾ ഗോളാക്കി മാറ്റിയ 6ാമത്തെ മാത്രം താരമാണ് 21-ാം നൂറ്റാണ്ടിലെ കണക്കെടുക്കുമ്പോൾ റാഫിഞ്ഞ. ഇതിനു മുമ്പുള്ള 5 പേരെ നോക്കണം. ഒന്ന് പാട്രിക് ക്ലൈവേർട്ടാണ്. ഡച്ച് ഇതിഹാസം പാട്രിക് ക്ലൈവേർട്ട് 2002 ആണ് ആ നേട്ടത്തിലേക്ക് എത്തിയത്. സാമുവൽ എറ്റു മറ്റൊരു ഇതിഹാസ താരം 2005 ആ നേട്ടത്തിലേക്ക് എത്തിയിരുന്നു. പിന്നെ ലിയോ മെസ്സി 3 തവണ, 2012 2 തവണയും 2014 1 തവണയും അദ്ദേഹം 2 പെനാൽറ്റികൾ ഒറ്റക്കളിയിൽ ഗോളാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. നെയ്മർ 2015 ഈ നേട്ടത്തിലേക്ക് എത്തിയിരുന്നു. ലൂയിസ് സുവാരസ് 2016 ഈ നേട്ടത്തിലേക്ക് എത്തിയിരുന്നു. അതിന് ശേഷം ഒരു 10 വർഷങ്ങൾക്ക് ശേഷമാണ് ലലീഗയിലെ ഇങ്ങനെ ഒരു നേട്ടം ഒരു ബാഴ്സ താരത്തിന് നേടാൻ പറ്റുന്നത്. 2 പെനാൽറ്റികൾ ഗോളാക്കുക. എന്തായാലും ബാഴ്സയുടെ ഫസ്റ്റ് പെനാൽറ്റി ടേക്കറായിട്ട് റാഫിഞ്ഞയെ മാറ്റണം എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. റാഫിഞ്ഞ പറയുന്നുണ്ട് തൻ്റെ ഹാട്രിക്കിനെ കുറിച്ച്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ദിവസവും ഹാട്രിക്ക് നേടില്ലല്ലോ. സോ സ്പെഷ്യലാണ്. എൻ്റെ കരിയറിൽ 3ാമത്തെ മാത്രം ഹാട്രിക്കാണിത്. ഏതായാലും ആ ഹാട്രിക്കുകളൊക്കെ ഇതേ ഷർട്ടിലാണ്, ഈ ബാഴ്സ ജേഴ്സിയിലാണ് എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതിൽ വലിയ അഭിമാനവും സന്തോഷവും ഉണ്ട് എന്നുകൂടി റാഫിഞ്ഞ പറയുന്നു. അപ്പോൾ ഇന്നലത്തെ കളി നോക്കിയാൽ റാഫിഞ്ഞ 3 ഗോളുകൾ, ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്ത് ഒരു കീ പാസ് കൊടുത്തു, 2 ലോങ് ബോളുകൾ കൊടുത്തത് 2 ലക്ഷ്യത്തിലേക്ക്, 14 ക്യാരീസ് ഉണ്ടായിരുന്നു, അതുപോലെ 68 ടച്ചുകൾ, 7 റിക്കവറീസ്. സോ മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട, റാഫിഞ്ഞ ബാഴ്സയുടെ മുന്നേറ്റത്തിലെ പ്രധാന ചാലക ശക്തിയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.